അസ്സലാമു അലൈക്കും. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വഅസ്ഹാബിഹിൽ ഫായിസീന ബിറിദല്ലാഹ്. അമ്മാ ബഅദ്. എഴുത്തുകാലിനെ സംബന്ധിച്ചാണ് നാം പറഞ്ഞത്. അതായത് റുക്കൂഅ് ചെയ്യുന്നതിന് മുമ്പ് നിന്ന് നിസ്കരിക്കും, ഇരുന്ന് നിസ്കരിക്കും, കിടന്ന് നിസ്കരിക്കും, പല രൂപത്തിൽ നിസ്കരിക്കും. ആ റുക്കൂയിൽ പോകുന്നതിന് മുമ്പ് ഏതവസ്ഥയാണോ അവിടത്തേക്ക് മടങ്ങി വരിക. ഇതാണ് എഴുത്തുകാല്. ഇവിടെ ഞാൻ പറഞ്ഞ ഒന്ന് രണ്ട് കാര്യം. ക്ലാസ് സാധാരണ എപ്പോഴും എല്ലാ സ്ഥലത്തും കൊല്ലത്തിൽ വഴുതൂർതൊക്കെ നടക്കും. അത് കേട്ട് അഭിപ്രായം രേഖപ്പെടുത്തി തള്ളും. അതാവരുത്. ഞാൻ പറഞ്ഞേ റുക്കൂഇ സുജൂദിലൊക്കെ സുബ്ഹാന റബ്ബിയൽ അദീം സുബ്ഹാന റബ്ബിയൽ അഅ്ല ഒന്ന് വർദ്ധിപ്പിക്കുക. ഇതധികം ആളും വെറുതെ വായി പൂട്ടി നിൽക്കുകയും ഇമാമിനേക്കാൾ മുമ്പ് തലവേർത്ത് നിൽക്കുന്ന സ്ഥിതി. അതിൻ്റെ ക്ലാസ് കേൾക്കുന്ന ആളെങ്കിൽ അതെങ്കിൽ ശ്രദ്ധിക്കുക. നമുക്ക് തഹജ്ജുദ് പ്രത്യേകം നിസ്കരിക്കാൻ നമുക്ക് സാധിക്കുന്നില്ല. ഇത്ര 5 റക്അത്ത് 3 റക്അത്ത് നിസ്കരിക്കാൻ സാധിക്കുന്നില്ല. എന്നാൽ ഇമാമോടുകൂടി നിസ്കരിക്കുമ്പോൾ ഇമാം റബ്ബിയാണോ സുബ്ഹാന റബ്ബിയൽ അദീം പറഞ്ഞിട്ട് നമ്മളിങ്ങനെ ബായി പൊട്ടി നിൽക്കുന്നുണ്ടോ? ആ സമയമെങ്കിലും ഒന്ന് ഉപയോഗിക്കാം. നമ്മുടെ ക്ലാസ് വകയെങ്കിൽ ആ കാര്യമെങ്കിലും ഒന്ന് ഉപയോഗിക്കാം. ഇമാം ഒതുക്കുന്നവരെ സുബ്ഹാന റബ്ബിയൽ അദീം വബിഹംദിഹി സുബ്ഹാന റബ്ബിയൽ അദീം വബിഹംദിഹി 11 വരെ വർദ്ധിക്കാൻ നമുക്ക് സമയം ഉണ്ടാവില്ല. അത്രയൊന്നും നമ്മൾ താമസിക്കില്ലല്ലോ. എന്നാൽ 3 ചെല്ലി ബായി പൊട്ടി നിൽക്കണ്ട. റുക്കൂഇലും സുജൂദിലും സുബ്ഹാന റബ്ബിയൽ അദീം സുബ്ഹാന റബ്ബിയൽ അഅ്ല എന്ന ദിക്റുകൾ വർദ്ധിപ്പിക്കുക. റുക്കൂഇലേക്ക് പോകുമ്പോഴും ഒന്നാമത്തെ അത്തഹിയ്യാത്തും തല ഉയർത്തുമ്പോഴും കൈ ഉയർത്തി കെട്ടുക. ഇതൊക്കെ ഇങ്ങനെ കേൾക്കും, ചെയ്യാറില്ല. അങ്ങനെ ആവരുത്. കഴിയുന്ന പ്രവൃത്തി കൊണ്ടുവരണമെന്ന് ഉണർത്തുകയാണ്. അപ്പോൾ ഇയ്തിദാലിനെ സംബന്ധിച്ച് ഒരു കാര്യം ഉണർത്താനുള്ളത്, നിസ്കാരത്തിൻ്റെ 16 ഫർദ്, ഖസീറായ ഫർദ് എന്ന് പറഞ്ഞ 2 ഫർദുണ്ട്. അതിൽപ്പെട്ട ഇയ്തിദാൽ ചുരുങ്ങിയ ഫർദ് എന്നതിൻ്റെ അർത്ഥം. അതിൻ്റെ അർത്ഥം എന്നാ? ചുരുങ്ങിയ ഫർദ് വെച്ചാൽ ഒരാൾ നിസ്കരിക്കാൻ കൈകെട്ടി, മഗ്‌രിബ് നിസ്കരിക്ക് വാങ്ങി കൊടുത്തപ്പോൾ മഗ്‌രിബ് നിസ്കരിക്കാൻ കൈകെട്ടി ഫാത്തിഹ ഓതി അൽ ബഖറ അങ്ങ് തുടങ്ങി. അത് കഴിഞ്ഞിട്ട് ആല ഇമ്രാനും അങ്ങ് തുടങ്ങി. ഹാഫിളാണ്. ആല ഇമ്രാൻ തീരുമ്പോഴേക്ക് ശവം കൊടുത്ത് ഒറ്റ റുക്കൂവും ചെയ്തിട്ടില്ല. എന്നാൽ നിസ്കാരത്തിന് ഒരു കുഴപ്പമില്ല. നിസ്കാരത്തിന് അതാകും തന്നെ പറയാം. ചിലപ്പോൾ റുക്കൂവ് കിട്ടിയിട്ടില്ലാതെ വരും ശവം കൊടുക്കുന്നതിന് മുമ്പ്. എന്നാൽ ആ നിസ്കാരത്തിന് ഖളാഅെന്ന പേര് പറഞ്ഞാലും കുറ്റമില്ല എന്ന് പറഞ്ഞാൽ ഒരു നിസ്കാര ശേഷം എത്രയും ഓതാം. റുക്കൂവിലേക്ക് ഒരാൾ പോയി സുബ്ഹാന റബ്ബിയൽ അദീം 11 വരെ പറയണ്ടേ. ഒരാൾ 150 പ്രാവശ്യം പറഞ്ഞ് ഒന്നുമില്ല, അൽഹംദുലില്ലാഹ് ഖൈർ, നല്ലത്. ഭയഭക്തിയോടുകൂടി അള്ളാഹുവിൻ്റെ ദിക്ർ വർദ്ധിപ്പിക്കുകയാണെങ്കിൽ നല്ലത്. സുജൂദിലൊരാൾ സുബ്ഹാന റബ്ബിയൽ അഅ്ല 115 പറഞ്ഞ് 200 പറഞ്ഞ് കുഴപ്പമൊന്നുമില്ല. അത്തഹിയ്യാത്ത് ഒരാൾ ഓതിയിട്ട് അത്തഹിയ്യാത്ത് വരെ മസീഹ് ദജ്ജാൽ കഴിഞ്ഞിട്ട് പിന്നെ ആടുന്ന് ദുആർന്ന് അർബീ റബ്ബനാത്തിന കുറേ ദുആ അരമണിക്കൂർ കുഴപ്പമില്ല എന്ന് മാത്രമല്ല കയ്യും അതൊക്കെ നല്ലതാണ്. ഇയ്തിദാലും 2 സുജൂദിൻ്റെ അടിയിലുള്ള ഇരുത്തും കസീറായ ഫർദ് എന്ന് വെച്ചാൽ അത് നീട്ടാൻ പറ്റില്ല. നിസ്കാരത്തിൻ്റെ ഫാത്തിഹൻ്റെ ശേഷമുള്ള ഓത്തോ, റുക്കൂയിലോ സുജൂദിലോ ഉള്ള കിടത്തോ, അത്തഹിയ്യാത്തിലുള്ള ഇരുത്തോ നമുക്ക് എത്ര നീട്ടിയാലും നിസ്കാരം ബാത്തിലായി പോകില്ല. അത് മുറിയാണ്ടെങ്കിൽ എത്ര നീട്ടിപ്പോയാലും നിസ്കാരം ബാത്തിലാവില്ല എന്ന് മാത്രമല്ല ഫാത്തിഹൻ്റെ ശേഷം ഓത്തൊക്കെ എത്രയും നീട്ടി ഓതലാണ് നിസ്കാരം. സുന്നത്ത് നിസ്കാരത്തിൽ വലിയ സൂറത്ത് ഓതലും സുബ്ഹാന റബ്ബിയൽ അഅ്ല 11 നിസ്കരിക്കലും. ഇതാണ് നമുക്ക് കുറേ മലക്കം മറിയുന്നതിനേക്കാൾ നല്ലത്. ചെയ്യുന്നത് കുറച്ചാണെങ്കിലും നല്ലതാകാം. ഭാര്യക്കൂട്ടി എന്തെല്ലോ ഉണ്ടാവും. അവസാനം നോക്കുമ്പോൾ അവിടെ പോയി തോറ്റത്തിലേക്ക് ഒന്നും എടുക്കാനുണ്ടാവില്ല. കുറേ ദിക്റുകൾക്കും പോകും, അടിയും പോകും, പാലാക്ക് ഉറക്കുകയും ചെയ്യും, എന്തെല്ലോ ചെയ്യും. കത്ത് ഇങ്ങനെ ഓതി തെറ്റും തെറ്റാണെങ്കിൽ എന്താ കാര്യം? എല്ലാ റമദാനും 30 നോമ്പ് എടുക്കും. ഒരൊറ്റ അവസ്ഥ നോമ്പ് ഗീബത്ത് പറയാത്ത ദിവസമില്ലെങ്കിൽ പട്ടിണി കിടന്ന കാര്യമല്ലാണ്ട് എന്താ ഉള്ളത്? ഒരു കാര്യമില്ല. അപ്പം അതുകൊണ്ട് ചെയ്യുന്ന വൃത്തി ചെയ്യുക. സുന്നത്ത് നിസ്കാരമൊക്കെ കുറച്ച് നീട്ടി നിസ്കരിക്കാം. അപ്പം നീട്ടാൽ എല്ലാം നീട്ടാൻ പറ്റാതാണ് ഇയ്തിദാൽ. റബ്ബനാ ലക്കൽ ഹംദു മിനസ് സമാവാതി വമിനൽ അർളി വമിന മാ ശിഇത മിൻ ഷൈഇൻ ബഅദ്. അവിടെ അഹിറസ്സനായി വൽ മജിദി അഹ്ഖുമാ ഖാല ലബ്ദു വകുല്ലുനാ ലക അബ്ദുല്ലാ മാനിയ ലിമാ ഇത്തൈത വലാ മുഅത്തിയ ലിമാ മനഅത വലാ യൻഫഉൽ ജദ്ദ് മിൻകൽ ജദ്ദ് എന്നും കൂടി പറയൽ സുന്നത്തുണ്ട്. ഇതിനപ്പുറം നീട്ടിയ നിസ്കാരം മാത്രമേ പോകും. അപ്പോൾ സുജൂദിൽ അത്രേ ദിക്ർ, റുക്കൂഇൽ അത്രേ പറ്റുമോ? സുജൂദിൽ അങ്ങനല്ല. സുബ്ഹാന റബ്ബിയൽ 150 200 1000 പറയാം. ഇയ്തിദാൽ പറഞ്ഞ ദിക്റിന് അപ്പുറം നീട്ടാൻ പാടില്ല. തസ്ബീഹ് നിസ്കാരത്തിൽ സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ 10 പറയാം. തസ്ബീഹ് നിസ്കാരത്തിൽ സുന്നത്താണ്. അപ്പോൾ റുക്കൂഇൻ്റെയും സുജൂദിൻ്റെ അടിയിലുള്ളതായ ഇയ്തിദാലും 2 സുജൂദിൻ്റെ അടിയിലുള്ള ഇരുത്തം കസീറായ ഫർദാണ് എന്ന് പറഞ്ഞാൽ അവിടെ ചെല്ലാൻ കൽപ്പിക്കപ്പെട്ട ദിക്റിനപ്പുറം നീട്ടിയാൽ നിസ്കാരം ബാത്തിലായി പോകും. കസീറായ ഫർദിന് നീട്ടിയാൽ നിസ്കാരം ബാത്തിലാകും. ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അങ്ങനെ
എഴുത്തുദാല് കഴിഞ്ഞാൽ പിന്നെ ഏഴാമത്തെ ഫർദ് 2 സുജൂദ്. എല്ലാ ഓരോ റക്അത്തിനും 2 സുജൂദ്. അത് സുജൂദ് ചെയ്യുമ്പോൾ അവൻ്റെ അനക്കം കൊണ്ട് അവൻ്റെ ദേഹത്തിൽ ചുമന്നതല്ലാത്ത വസ്തുവിൻ്റെ മേലാവണം സുജൂദ്. ഓൻ ധരിച്ച വസ്തു ഓൻ്റെ തലയിലുള്ള മുടിൻ്റെ മേൽ സുജൂദ് ചെയ്യാൻ പറ്റില്ല. നെറ്റിക്കേക്ക് മുടി ചാഞ്ഞിട്ടുണ്ടെങ്കിൽ ആ മുടിൻ്റെ മേൽ മാത്രം സുജൂദ് ചെയ്യണം. തലീക്കെട്ടോ ടൗലോ കെട്ടീനി നെറ്റി മുഴുവൻ മറഞ്ഞ് നമസ്കാരം പാത്തിലാവില്ല. അപ്പം അവൻ്റെ ദേഹത്തിലുള്ള വസ്ത്രത്തിന് മേലോ തലീക്കെട്ടിൻ്റെ മേലോ ആവത് എൻ്റെ നെറ്റി ഭൂമിയിൽ വെക്കണം. അത് നെറ്റി മുഴുവൻ വെക്കണ്ട, കുറച്ചെങ്കിലും വേണം. ചെറുപ്പം ചെറിയ മുത്താനികളും തലയിൽ പകുതി മറച്ച് കിട്ടുന്നതാണ് അതിൽ ഒരു ഫാഷൻ കെട്ട്. അങ്ങനെയല്ല, നെറ്റി മുഴുവൻ പുറത്താവണം. എന്നാൽ നെറ്റി മുഴുവൻ വെക്കണ്ട, നെറ്റിയിൽ നിന്ന് അല്പമെങ്കിലും ഭൂമിയിൽ വെക്കൽ നിർബന്ധമാണ്. പിന്നെ അത് ഓൻ്റെ അനക്കം കൊണ്ട് അനങ്ങുന്ന സാധനം കട്ടുമ്പോൾ നമസ്കരിക്കുന്നു, കട്ടിൽ കുരുങ്ങുന്നുണ്ട്, അത് കുഴപ്പമില്ല. പിന്നെ അപ്പം അങ്ങനെ സുജൂദ് ചെയ്യാം. നെറ്റി ഭൂമിയിൽ വെക്കുക. അത് നെറ്റി താഴെയും ചന്തി മേലെയും ആവണം. സ്റ്റൂളുമ്മ ഇരുന്നിട്ട് മേശമ്മ സുജൂദ് ചെയ്താൽ പറ്റൂല. സ്റ്റൂളുമ്മ ഇരുന്ന് നിസ്കരിക്കുന്നു ഒരാൾ നിൽക്കാൻ കയ്യിൽ ഇരുന്നിട്ടാ, എന്നാൽ സുജൂദ് മേശമ്മ പറ്റൂല. കാരണം നെറ്റി മേലെ പോയി. നമ്മൾ സാധാരണ പറയുമ്പോൾ ചന്തി താഴെയും ചന്തി മേലെയും തല താഴെയുമായിട്ട് സുജൂദ് ചെയ്യണം. നെറ്റി ഒളിവാക്കണം. അതുപോലെ നെറ്റിയുടെ ഘനം ഭൂമിയിലാവണം എന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം എന്നാ, നെറ്റി കൊണ്ട് മൂരി കുത്തും പോലെ കുത്തണം എന്ന് മനസ്സിലാക്കാതെ ആൾ. ഘനം ഭൂമിയിലാവണം എന്ന് പറഞ്ഞാൽ കിടക്കീന്ന് നിസ്കരിക്കുകയാണെങ്കിൽ നമുക്ക് ദൂരെ നോക്കിയാൽ കാണാം. മുട്ടൻ്റെ മേലാണെങ്കിൽ മുട്ട പൊടിയണം. ഉദാഹരണമായിട്ട് നമ്മളിപ്പോൾ സുജൂദ് ചെയ്യുമ്പം നെറ്റിൻ്റെ ഘനം തലക്കാവാത്ത സ്ഥലത്താവാതെ സുജൂദ് 2 കയ്യിൻ്റെ മേൽ ഊക്കങ്ങ് കൊടുത്താൽ, നമ്മളെ കയ്യിൻ്റെ മേൽ ഊക്ക് കൊടുത്താൽ മുട്ടൻ്റെ മേലെ നമുക്ക് സുജൂദ് ചെയ്യാൻ കഴിയും. ഒരു മുട്ട അവിടെ വെച്ചിട്ട് സുജൂദ് ചെയ്യുന്നു, എന്നാൽ മുട്ട പൊടിയാണ്ട് സുജൂദ് ചെയ്യുക. എന്തുകൊണ്ട്? ഊക്ക് കയ്യിൻ്റെ മേലായാൽ തലൻ്റെ ഭനം ഭാവിയിൽ വരും, പൈര് വരില്ല. മുട്ട വെച്ചാൽ പൊടിയില്ല, അത് പറ്റില്ല. അപ്പം മുട്ട വെച്ചാൽ പൊടിയണം. കിടക്കയിലാണെങ്കിൽ തല കുനിഞ്ഞിട്ട് കാണണം. നെറ്റി ഭൂമിയിൽ വെക്കുക എന്ന് പറഞ്ഞാൽ എങ്ങനെയൊക്കെ മുട്ടിച്ചാൽ പോരാ, ഇന്നെന്ത് വേണം? അവിടെ മുട്ട വെച്ചാൽ പൊടിയണം. കിടക്കയിലാണെങ്കിൽ പതിഞ്ഞിട്ട് കാണണം. തലൻ്റെ ഘനം അവിടെ ഇടണം. കയ്യിൻ്റെ മേൽ ഊക്ക് കൊടുത്തിട്ട് നിസ്കരിക്കരുത്. ഇത് ആരോഗ്യമുള്ളവനെ പറ്റി പറയുന്നത്. നെറ്റിക്കെന്തോ മുറിവുണ്ട്, വലിവുണ്ട്, കൈ അമർത്തിക്കൂടാ, അവിടെ വേറെ ഇതിലുണ്ട്, അത് വേറെ കാര്യം. നമ്പറും കണ്ണുകൊണ്ട് അങ്ങനെ കാണിച്ചിട്ടുണ്ട് ചെയ്യാലോ. തലയിലെ നെറ്റി നടു വണങ്ങാൻ കഴിയുന്നില്ല, ആടെ വിഷയം വേറെ. ആരോഗ്യവാനാണെങ്കിൽ സുജൂദ് ചെയ്യുമ്പോൾ നെറ്റി ഭൂമിയിൽ വെക്കണം. ആ നെറ്റിൻ്റെ ഘനം, തലൻ്റെ ഘനം ഭൂമിയിലുണ്ടാവണം. അല്ലാണ്ട് നെറ്റി ഭൂമിയിൽ വെച്ച് അമർത്തിയിട്ട് തയമ്പുണ്ടാക്കുകയൊന്നും വേണ്ട. നെറ്റി ഞാൻ പറഞ്ഞ മനസ്സിലായില്ലേ? ഒരു മുട്ട വെച്ചാൽ പൊടിയാണ്ട് നമുക്ക് സുജൂദ് ചെയ്യാൻ പറ്റും. മുട്ടൻ്റെ മേലെ സുജൂദ് ചെയ്യും. എങ്ങനെയാ? കയ്യിൻ്റെ മേലെ ഊക്ക് കൊടുത്താൽ മുട്ടൻ്റെ മേലെ നെറ്റി മുട്ടിക്കുക, പൊടിയില്ലല്ലോ. ആ സുജൂദ് പറ്റില്ല. അപ്പോൾ ഭൂമിയിൽ ഭാരം ഉണ്ടാവണം. പിന്നെ കാലിൻ്റെ 2 മുട്ട്, 2 മുങ്കയ്യൻ്റെ ഉള്ള്, 2 ചെരുപ്പടിക്കാലിൻ്റെ വിരലുകൾ. ഇത് പ്രത്യേകം ശ്രദ്ധിക്കുകയാണ്. പലപ്പോഴും പള്ളികൾ ജമാഅത്തായി നിസ്കരിക്കുമ്പം ഓരോ സഫിലുണ്ടാവും 2-3 ആളിങ്ങനെ. മദ്രസയുണ്ട്, ദർസുണ്ട്, ക്ലാസ്സുണ്ട്, ഗസറ്റുണ്ട്, എല്ലാം പഠിക്കേണ്ട സൗകര്യമുണ്ട്. പഴയ കാലത്തൊരു വയത് കേട്ട വയസ്സന്മാർ താത്താറുണ്ടായില്ല. ഇന്നെല്ലാം ഉണ്ട്. എന്നാലും സുജൂദ് ചെയ്യുമ്പം പകുതി ആളെ വിരലുണ്ടാവും ഇങ്ങനെ നിന്നിട്ട്. കാലിൻ്റെ വിരൽ നിലത്ത് കുത്തിയിട്ട് ആ വിരലിൻ്റെ പള്ള ഭൂമിയിലാവണം. അപ്പോൾ 7 അവയവങ്ങൾ: 2 കാലിൻ്റെ വിരലിൻ്റെ പള്ള, 2 മുങ്കൈ, 2 മുട്ട്, നെറ്റിയും. മൂക്ക് സുന്നത്ത്. നെറ്റിയും മൂക്കും വെച്ച് സുജൂദ് ചെയ്യുക. അത് ഒന്നിച്ചാൽ വെക്കേണ്ടത്. എന്നാൽ മൂക്ക് മുട്ടിയില്ലെങ്കിലും സുജൂദ് സഹിയാകുന്നതാണ്. അപ്പം അങ്ങനെ അതിൻ്റെ സുന്നത്തായ രൂപം ആദ്യം മുട്ട് വെക്കാം, പിന്നെ 2 കൈ വെക്കാം. ആദ്യം മുട്ട് വെക്കുക. അപ്പം അതേ സമയത്ത് കുറച്ച് പ്രായമെല്ലാം ആകുമ്പം മുട്ട് വേദനയുണ്ടാക്കി സാധിക്കില്ല. അപ്പോൾ കൈ കുത്തിയിട്ട് പോവുക. അതുകൊണ്ട് തെറ്റൊന്നുമില്ല. ആരോഗ്യവാനാണെങ്കിൽ ആദ്യം മുട്ട് വെക്കുക, എന്നിട്ട് കൈ വെക്കുക, പിന്നെ നെറ്റിയും മൂക്കും ഒന്നിച്ച് വെക്കുക. 2 ചെരുപ്പടിക്കാൽ കുറച്ച് വിട്ട് വെക്കുക. അത് നിസ്കാരത്തിൻ്റെ റുക്കൂയിലും സുജൂദിലും എത്തിദാലിലൊക്കെ ഒന്ന് വെക്കേണ്ടത്. ചിലപ്പോൾ നിസ്കരിക്കാവുന്ന പല രൂപത്തിലാണ്.
ഒന്നിക്ക് കാലിലേക്ക് പുറത്ത് ഇറങ്ങി കുരുക്കള നെഞ്ഞത്ത്. ചില ആൾ കാല് രണ്ടും ഇങ്ങനെ മുട്ടിച്ചടക്കി വെച്ചിട്ടുണ്ടാവും. സുജൂദിലും റുക്കൂയിലും രണ്ട് കാര്യം ഇങ്ങനെ മുട്ടിയിട്ടുണ്ടാവും. ചിലർ നിസ്കാര സെഫ് എന്നുള്ള രണ്ടാൾക്ക് നിൽക്കേണ്ട സ്ഥലം സെഫിൽ നിൽക്കുമ്പോൾ രണ്ടാൾ കാലങ്ങ് അകത്തി വെച്ചിട്ടേ തന്നെ ഹെറാമല്ലേ അത്. പള്ളിയിൽ മറ്റൊരാൾക്ക് ഒന്നാം സെഫ് നഷ്ടപ്പെടുന്ന കാര്യമല്ലേ കാലങ്ങ് വളരെ അകത്തി വെക്കുന്നത്. അത് പറ്റില്ല. അപ്പോൾ കാല് നൃത്തത്തിലായാലും റുക്കൂയിലായാലും സുജൂദിലായാലും ഒരു ചാണകലത്തിൽ മാത്രം വിട്ടുപിരിച്ചുകൊണ്ടാവണം. പിന്നെ തുണിക്കോന്തര പോലെ ഷോക്സ് ഇട്ട് നിസ്കരിക്കാതിരിക്കലാണ് നല്ലത്. ഷോക്സ് ഇട്ട് നിസ്കാരം പറ്റും, പക്ഷെ അങ്ങനെ മറിയാതിരിക്കാൻ നല്ലത്. സുജൂദിൽ കണ്ണ് രണ്ടും തുറന്നുകൊണ്ടാവില്ല. കണ്ണടച്ച് ഭക്തി ഉണ്ടാക്കാൻ ശറയിൽ കൽപ്പിക്കുന്നില്ല. സുജൂദിൻ്റെ സ്ഥലം തന്നെ നോക്കുക. സുജൂദിൽ കണ്ണ് തുറന്ന് സുജൂദിൻ്റെ സ്ഥലം നോക്കുക. ഈ രൂപത്തിലാണ് സുജൂദ്. സുബ്ഹാൻ റബ്ബിയൽ അഅ്ലാ വബിഹംദിഹി എന്ന് 3 പ്രാവശ്യം പറയാം. അത് 11 വരെ പറയാം. അവിടെ വർദ്ധിപ്പിക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് ബാക്കി നാളെ.